നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മണോളിക്കാവ് ക്ഷേത്ര ഉത്സവ ചടങ്ങിനിടെ സംഘർഷമുണ്ടാക്കി പോലീസിനെ ആക്രമിച്ച് ഈ 2 കേസുകളിൽ കസ്റ്റഡിയിലെടുത്ത പ്രതിയെ ബലമായി മോചിപ്പിച്ച സംഭവത്തിൽ CPM പ്രവർത്തകൻ തിരുവങ്ങാട് പെരിങ്കളത്തെ ലിനീഷ് അറസ്റ്റിൽ. വനിതാ SIയുടെ നേതൃത്വത്തിലായിരുന്നു ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. പ്രതിയെ ഗേറ്റ് അടച്ച് ജീപ്പ് തടസ്സപ്പെടുത്തി മോചിപ്പിച്ചെന്ന കേസിലായിരുന്നു നടപടി. ചടങ്ങിനിടെ CPM പ്രവർത്തകർ ഇൻകുലാബ് സിന്ദാബാദ് മുദ്രാവാക്യം മുഴക്കി. BJP പ്രവർത്തകർ ഇത് ചോദ്യം ചെയ്തു. തുടർന്ന് സംഘർഷമുണ്ടാവുകയായിരുന്നു. ഇത് തടയാൻ ചെന്ന പോലീസിനെ ആക്രമിച്ചു. ആ കേസിലെ പ്രതികളിൽ ഒരാളായ CPM പ്രവർത്തകനെ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:30 പോലീസ് ഉത്സവ സ്ഥലത്ത് നിന്ന് തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇനിയും അറസ്റ്റിലാകാൻ ഒരുപാട് പേരുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകനെ മോചിപ്പിച്ച കേസിലായിരുന്നു അറസ്റ്റ്. ക്ഷേത്രത്തിൽ ഘണ്ടാകർണൻ തിറ നടക്കുന്നതിനിടെയായിരുന്നു കസ്റ്റഡിയിലെടുത്തത്. പോലീസ് പേര് ചോദിച്ചപ്പോൾ അർജുൻ എന്നായിരുന്നു പേര് പറഞ്ഞത്. കൈപിടിച്ച് പോലീസ് വാഹനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇയാളും 15 പേരും ചേർന്ന് തടസ്സമുണ്ടാക്കി. ബലം പ്രയോഗിച്ച് പോലീസ് വാഹനത്തിൽ കയറ്റിയപ്പോൾ ലിനീഷ്, സന്ദേശ്, പ്രദീപ്, സബരീഷ്, ജിതുൻ എന്നിവരുടെ നേതൃത്വത്തിൽ 40ഓളം CPM പ്രവർത്തകർ ജീപ്പിന്റെ വാതിൽ തുറന്ന് പ്രതിയെ മോചിപ്പിച്ചുവെന്നാണ് FIRൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരുത്തനും പുറത്തു പോകേണ്ട എന്ന് പറഞ്ഞ് ലിനീഷ് ക്ഷേത്ര ഗേറ്റ് പൂട്ടി. സംഘം ചേർന്ന് ചീത്ത വിളിച്ചു, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നതടക്കമുള്ള ഗുരുതര കുറ്റങ്ങൾ FIRൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവരുൾപ്പെടെ 55 CPM പ്രവർത്തകർക്കെതിരെ കേസുണ്ട്. SIമാരായ VV ദീപ്തി, രാജീവൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തെ ഇവർ തള്ളി മാറ്റിയെന്നും FIRൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആയിരക്കണക്കിന് സ്ത്രീകൾ, കുട്ടികളൊക്കെ പങ്കെടുത്ത ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ സംഘർഷമുണ്ടായത്. ഭക്തരുടെ സുരക്ഷ കണക്കിലെടുത്താണ് കൂടുതൽ ബലപ്രയോഗം നടത്താതിരുന്നതെന്ന് പോലീസും വ്യക്തമാക്കി. 2 കേസുകളിലായി 82 പ്രതികളുണ്ട്. പക്ഷെ ഒരാൾ മാത്രമായിരുന്നു പിടിയിലായത്. ഇന്ന് കുറച്ച് അറസ്റ്റൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേസിൽ പ്രതികളായ പ്രദേശത്തെ 70ഓളം CPM പ്രവർത്തകർ ഒളിവിലാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കുട്ടിമാക്കൂൽ സ്വദേശി സഹദേവൻ അടക്കം 2 പേരെ ഇതുവരെ പിടികൂടി. തർക്കം പരിഹരിക്കാൻ ഇടപെട്ടവരെയും പോലീസ് കേസിൽ പെടുത്തിയെന്ന് CPM ആരോപിക്കുന്നുണ്ട്. എന്തായാലും നിർണായകമായ അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.